ഇവിടെ കേരളത്തിൽ സമാനതകളില്ലാത്തൊരു സമരമാണ് പിന്നെ ആശാ വർക്കേഴ്സിൻ്റെ ഭാഗമായി നടന്നത്. ഇന്നലെ 256-ാമത്തെ ദിവസത്തിൽ അവർ മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള അഭിപ്രായം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കൂടി കണ്ടവരെ കാര്യങ്ങൾ നേരിട്ട് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്ലിഫ് ഹൗസിലേക്ക് സമരം നടത്തി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ സമരത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ ഒരു അശാസ്ത്രീയതയുണ്ട്. കാരണം സമരം എല്ലാവർക്കും നടത്താൻ അവകാശമുണ്ട്. സമരത്തെ ലാ ആൻഡ് ഓർഡർ പ്രകാരം നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് അവകാശമുണ്ട്. ആ രണ്ടു പേർക്കും അവകാശമുണ്ട്. സമരം നടത്തുന്നതിൻ്റെ രൂപം എന്നതായിരിക്കണം, കൃത്യമായി ചെല്ലുക, അല്ലെങ്കിൽ അത് വെള്ളം അടിക്കുന്നതിൻ്റെ തൊട്ട് താഴെ, വെള്ളം ചീറ്റുന്നതിൻ്റെ തൊട്ട് താഴെ ചെന്ന് നിൽക്കുക. അപ്പം ആരെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആരെങ്കിലും കണറി കാണിച്ചോളൂ, അതിന് വെള്ളം അടിച്ചോളൂ എന്ന് പറയാം, കുറേ വെള്ളം ഇങ്ങോട്ട് അടിക്കുന്നു, ഹാവോ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ബിരിയാണി, അങ്ങനത്തെ സമരങ്ങളുമുണ്ട്. അല്ലാതെ വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന സമരങ്ങളുണ്ട്. സമരം എന്ന് പറഞ്ഞാൽ തന്നെ, പ്രതിഷേധമെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ രൂപവും ഭാവവും എന്താണെന്ന് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ തല്ലിലേക്ക് പോകും, ലാത്തി ചാർജിൽ പോകും, ടിയർ ഗ്യാസിലേക്ക് പോകും, ചിലപ്പോൾ ബാരിക്കേഡിൻ്റെ മുകളിൽ കയറും, ബാരിക്കേഡ് മുറിച്ച് കിടക്കും, മതിൽ ചാടി കിടക്കും. സമരം എന്ന് പറയുന്നത് തന്നെ പ്രതിഷേധമാണല്ലോ. അപ്പോൾ അതിനൊരു രൂപം ഇന്നതായിരിക്കണം, കൃത്യമായി അലുവ കണ്ടിക്കും പോലുള്ളൊരു സമരം നടത്താൻ അതൊന്നും പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഇന്നലത്തെ സമരം വലിയ അക്രമാസക്തമായി പോയില്ല എങ്കിലും ചില നാടകീയ രംഗങ്ങൾ അവിടെ ഉണ്ടായി.